ഇത് സാധാരണ പോലെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ അല്ല. ഇത് നിങ്ങൾ ആദ്യമായി ഫോട്ടോഗ്രാഫിയിലേക്ക് ഇറങ്ങുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഒന്നാമതായി എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഗിയർ അത് നിങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. അതിന് പകരം നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ചിലർ വിചാരിക്കും എനിക്ക് കുറച്ചുകൂടെ നല്ലൊരു ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ ഇതിലും അടിപൊളി ഫോട്ടോസ് എടുക്കായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കും. അത് ശരിയാണ്, നല്ലൊരു ക്യാമറ ഉണ്ടെങ്കിൽ കുറേയും കൂടെ നല്ല ഫോട്ടോസ് എടുക്കാം. പക്ഷേ നിങ്ങളുടെ കയ്യിലുള്ള ക്യാമറേനെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന മാക്സിമം പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ മാക്സിമം അടിപൊളിയാക്കിയുള്ള ഫോട്ടോ ആണ് നിങ്ങൾ എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അപ്പോൾ എന്തായാലും അതായിരിക്കില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ക്യാമറേനെ കൊണ്ട് ഇനിയും നന്നായി ഫോട്ടോ എടുക്കാം. അപ്പം അത് ആ ഒരു മാക്സിമം ലെവലിൽ എത്തിക്കഴിയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ പുതിയൊരു ക്യാമറയുടെ ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കുക. വെറുതെ കുറേ പൈസ കൊണ്ടുപോയി മുടക്കിക്കൊണ്ട് നിങ്ങളുടെ ഫോട്ടോഗ്രാഫി സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ ഫോട്ടോഗ്രാഫി സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ ഏറ്റവും നല്ലത് ഒരു കൂതറ ക്യാമറയാണ്. നമ്മളിപ്പോൾ ഒരു DSLRൽ ഫോട്ടോ എടുത്താൽ പലരും അതിൽ ശ്രദ്ധിക്കുക ഫോട്ടോൻ്റെ ക്ലാരിറ്റിയും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറാക്കിയുള്ള ബോക്കെ എഫക്റ്റൊക്കെയാണ് ആൾക്കാർ ഒരു ഫോട്ടോൻ്റെ ഭംഗിയെ വിലയിരുത്താൻ ഉപയോഗിക്കുന്നത്. അതൊക്കെ ഫോട്ടോൻ്റെ ഭംഗി കൂട്ടുന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷെ അതിൻ്റെയൊക്കെ പുറമെ ഒരു ഫോട്ടോയുടെ ഭംഗി എന്ന് പറയുന്നത് അതിൽ ക്യാപ്ചർ ചെയ്തിരിക്കുന്ന ഒരു ഫീലിംഗ് ആണ്. അത് ചില ഫോട്ടോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരു സ്ത്രീൻ്റെയോ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെയോ അല്ലെങ്കിൽ മൃഗത്തിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അവരെന്താണ് അവരുടെ മനസ്സിലെ വികാരം എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ടൈപ്പ് ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഫ്രെയിമിങ് ചെയ്യുന്നത്, ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്തിരിക്കുന്നത് ആ ഫോട്ടോൻ്റെ ഭംഗിയെ വെറും സാധാരണ ഒരു സംഭവമായിരിക്കും. വെറും ഒരു മാർക്കറ്റിലുള്ള എന്തെങ്കിലും ഒരു സാധാരണ സംഭവമായിരിക്കും, നമ്മൾ ഡെയിലി കാണുന്നൊരു സാധനമായിരിക്കും. പക്ഷെ അത് ഒരു പ്രത്യേക ഫ്രെയിമിൽ ഒരു പ്രത്യേക കോമ്പോസിഷനിൽ എടുക്കുമ്പോൾ അത് കാണാൻ ചിലപ്പോൾ ഭയങ്കര ഭംഗിയുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ആദ്യം പഠിക്കണം. എന്നിട്ട് വേണം ഗിയറിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ചുറ്റും നോക്കുക. ഇത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. നിങ്ങൾ ചുറ്റും കാണുന്ന നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള സൗന്ദര്യം നിങ്ങൾ കാണുക. അത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഒരു ഫോട്ടോ എടുക്കാൻ അത് നല്ലൊരു പൂന്തോട്ടം തന്നെ കിട്ടണമെന്ന് നിർബന്ധമില്ല. പല സാധനങ്ങളിലും ഭംഗിയുണ്ടാവും. ആ ഭംഗിയെ നിങ്ങൾ കാണുക എന്നുള്ളത് വലിയൊരു സംഭവമാണ്. അപ്പോൾ അതൊരാൾക്ക് പഠിപ്പിച്ചു തരാൻ പറ്റില്ല. നിങ്ങൾ സ്ഥിരം നോക്കുക, നിങ്ങളിങ്ങനെ ആലോചിക്കുക, ഇത് ഫോട്ടോ എടുത്താൽ എങ്ങനെ ഉണ്ടാവും, ക്യാമറ ഉണ്ടെങ്കിൽ എടുത്ത് നോക്കുക. അപ്പോൾ അത് കുറേ തവണ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഓരോ സ്ഥലത്ത് പോകുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് കൊള്ളാലോ. അപ്പോൾ ഞാൻ ചില സമയത്തൊക്കെ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുക ആ സ്ഥലത്ത് വരുന്ന ലൈറ്റ് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു ഫോട്ടോ എടുത്താൽ എങ്ങനെ ഉണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ ചില സമയത്തൊക്കെ ശ്രദ്ധിക്കാറ്. അപ്പോൾ അതുപോലെ എപ്പോഴും ഒരു ഭാഗത്ത് ഫോട്ടോഗ്രാഫി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ കണ്ണുകളിൽ. ഓക്കെ, മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ വേറെ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഫോട്ടോസ് കാണുക, അതുപോലെ തന്നെ വായിക്കുക. ഫോട്ടോ വായിക്കാനല്ല, ഫോട്ടോഗ്രാഫീനെ പറ്റി പഠിക്കാൻ കുറേ കാര്യങ്ങളുണ്ട്. ഈ കോമ്പോസിഷൻ റൂൾസും അതുപോലെ തന്നെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ വായിച്ച് പഠിക്കുക. അതിങ്ങനെ ഒരാൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യമല്ല ശരിക്കും പറഞ്ഞാൽ. അത് എന്താണ് റൂൾസ് എന്നൊക്കെ പറഞ്ഞു തരാൻ പറ്റും, പക്ഷേ അത് ഇൻഡെപ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറേ ഫോട്ടോസ് കാണുക, കുറേ അറിവ് സമ്പാദിക്കുക ഫോട്ടോഗ്രാഫീനെ പറ്റി. അപ്പോൾ അത് കഴിയുമ്പോൾ ബാക്കി നിങ്ങൾക്ക് തനിയെ വരും. അപ്പോൾ നിങ്ങൾ ഓരോ ഫോട്ടോഗ്രാഫേഴ്സിനെ അനലൈസ് ചെയ്യുക. ഓരോ ആൾക്കാർക്ക് ചിലപ്പോൾ ഓരോ നീഷ് ഉണ്ടാവും. ചിലർ ഒരു സ്പെസിഫിക് ടൈപ്പ് ഫോട്ടോസ് എടുക്കുന്ന ആൾക്കാരായിരിക്കും. ചിലവർ ചറഞ്ചം പുറഞ്ഞും എല്ലാ സാധനത്തിൻ്റെയും ഫോട്ടോ എടുക്കുന്നവരുണ്ടാവും. ഞാൻ അങ്ങനെ ഒരാളാണ്. എനിക്കിങ്ങനെ സ്പെസിഫിക് നീഷൊന്നുമില്ല. ഞാൻ എല്ലാ ടൈപ്പ് ഫോട്ടോസും എടുക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആൽഫ്രഡ് അലോഷി എന്നാണ് പേര്. അവൻ്റെ ഫോട്ടോസ് എല്ലാം ഒരു സ്പെസിഫിക് ടൈപ്പ് ഫോട്ടോസാണ്. അവൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ ലിങ്ക് ചെയ്യാം. നിങ്ങൾ ആ ഫോട്ടോസ് ഒന്ന് എടുത്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ ഫോട്ടോസും എടുത്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ അലോഷിയുടെ ആ പേജ് എടുത്തു കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാൻ. അപ്പോൾ അത് നിങ്ങളൊന്ന് എടുത്ത് നോക്കുക. അപ്പോൾ അതുപോലെ കുറേ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടാവും. ഇതിപ്പോൾ എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരാളായതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതുപോലെ കുറേ പേരുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക, പഠിക്കുക. ഇൻ്റർനെറ്റ് ഉണ്ടല്ലോ, എല്ലാവരും കയ്യിലും ഫോണുണ്ട്, ഗൂഗിളുണ്ട്.
ഇപ്പോൾ ഗൂഗിൾ ചെയ്യുക, ഫേമസ് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ പേര് സെർച്ച് ചെയ്യുക, അവരുടെ വർക്ക് കാണുക, അത് അനലൈസ് ചെയ്യുക, പഠിക്കുക. അതുപോലെ തന്നെ ഈ ഫോട്ടോഗ്രാഫ്സ് ക്രിറ്റിക്ക് ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അവരുടെ ക്രിറ്റിക്സ് വായിക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും അവരെങ്ങനെയാണ് ഒരു ഫോട്ടോയിനെ വിലയിരുത്തുന്നതെന്ന്. അപ്പോൾ അവർ വിലയിരുത്തുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഫോട്ടോയിനെ ഭംഗി കൂട്ടുന്നത് എന്താണെന്ന്. അപ്പോൾ അത് ചെയ്യാം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ എനിക്കിപ്പോൾ പറയാനുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. സാധാരണ ഞാൻ ട്യൂട്ടോറിയൽ വീഡിയോസാണ് ഇടുന്നത്, നിങ്ങൾക്കറിയാം. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ക്യാമറേനെ പറ്റി തന്നെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത വീഡിയോ അതിനെപ്പറ്റി ചെയ്യാം.